മക്കയിലെ ഖുറൈശികളുടെ പ്രതിനിധിയായി ഹുദൈബിയ സന്ധിയിൽ മുന്നോട്ട് വന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് ഹുദൈബിയയിൽ നബിയും സ്വഹാബത്തും കാണിച്ച ആ ആദരവിൻ്റെതായ രംഗങ്ങളും അവർ തമ്മിലുള്ള ആ ബന്ധങ്ങളും കണ്ടപ്പോൾ തന്റെ കൂട്ടാളികളോട് പറഞ്ഞു വെച്ച ഒരു വാചകം സ്വഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ, ഐ ഖൗമി വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസരിൻ വകിസ്റാ വന്നജാശി വല്ലാഹി ഇറഅയ്തു മലികൻ യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പൊന്നു ജനങ്ങളെ, ഞാൻ എത്രയോ രാജാക്കന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ട് നേതാവായി. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതിനിധിയായി എല്ലാ രാജാക്കന്മാരെയും കണ്ടിട്ടുള്ള ഞാൻ ഒരു രാജകീയ ആദരവിലും മുഹമ്മദ് നബിയുടെ അസ്ഹാബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ആദരവിനത്ര ഞാൻ ഒരാളോടും ഒരു മനുഷ്യനും രാജകീയ ആദരവിൽ പോലും കണ്ടിട്ടില്ല. രാജകീയ ആദരവ് എന്നതിൻ്റെ ഗൗരവം തിരിയാൻ, അതിൻ്റെ അതിർലംഘനം തിരിയാൻ ഫിർഔനിൻ അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെയൊക്കെ അത്യുന്നതനായ നാഥൻ എന്ന് പറഞ്ഞപ്പോൾ അത് മിസ്റിലെ ജനങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് തോന്നിയത് രാജഭക്തിയാണല്ലോ. രാജാവിനേക്കാൾ കവിഞ്ഞ രാജഭക്തി എന്ന പ്രയോഗമൊക്കെ അങ്ങനെ ഉരുവപ്പെട്ടതാണ്. ആ രാജഭക്തിയിൽ കാണുന്ന ആദരവിൽ പോലും മുഹമ്മദ് നബിയുടെ അസ്ഹാബ് മുഹമ്മദ് നബിയോട് കാണിക്കുന്ന ആദരങ്ങൾക്ക് സമാനതയില്ല.